ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ലാസ്റ്റ് 2 ഡിഗ്രി പ്രിലിംസ് എക്സാംസ് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പം ജൂൺ 6 ഒരെണ്ണം കൂടി ഉണ്ട്. അത് പ്രിലിംസിന്റെ എക്സാം. ഇക്കഴിഞ്ഞ 2 ഡിഗ്രി പ്രിലിംസ് എക്സാംസും നമുക്ക് ഒത്തിരി ടഫായിട്ട് തോന്നിയ ഒരു എക്സാം ആണ്. അല്ലെങ്കിൽ അതെങ്ങനെ ഉത്തരം എഴുതാം എന്ന് നമുക്ക് വളരെയധികം കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരുന്നു അത് പറ്റിയിട്ടുണ്ടാവുക? എക്സാം ശരിക്കും അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയപ്പം എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അഭിപ്രായമുള്ള ഒരുപക്ഷം ആളുകളെയും ഞാൻ കണ്ടിരുന്നു. അപ്പം പക്ഷേ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിളിങ്ങിന്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കാം? എക്സാമിന്റെ പാറ്റേൺ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് PSC എക്സാം പാറ്റേൺ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സാം പാറ്റേണിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ഇന്നത്തെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസുകളിലും പ്രതിഫലിച്ചു കാണുന്നത്. ഇനി മുതൽ അങ്ങോട്ട് അതൊരു മെമ്മറി ബേസ്ഡ് ഗെയിം അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പ്രധാനമായും നമ്മുടെ അനലറ്റിക്കൽ തിങ്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്തെടുത്തേ പറ്റുള്ളൂ? വളർത്തിയെടുത്തേ പറ്റുള്ളൂ. അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ എന്തൊക്കെയായിരുന്നു എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ? ഇപ്പോഴത്തെ എക്സാംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ കൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എലിമിനേഷൻ സ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്റർലിങ്കിങ്, അതായത് ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്കുള്ള ഫാക്ടുകൾ ഇന്റർലിങ്ക് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ അനലറ്റിക്കൽ ആയിട്ടുള്ള സ്കിൽസ്. അപ്പം ഈ മേഖലകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കില്ലുകളെല്ലാം എംപവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വെർ ഈസ് ദ കോർ പ്രോബ്ലം ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ആളുകൾ ഒത്തിരി നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഒന്നും ആരുടെയും മോശമായിരുന്നില്ല. പക്ഷേ പ്രിപ്പറേഷന്റെ അപ്രോച്ചിൽ ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ട ഒരു കാര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നമുക്ക് എങ്ങനെ വ്യത്യാസം വരുത്താം എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സീരീസ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. ഇതിപ്പോ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞുപോയി, അതിലേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന ഡിഗ്രി മെയിൻസ് എക്സാമിനേഷനോ മറ്റ് എക്സാമുകൾക്കോ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഞാൻ 100% ഉറപ്പിച്ച് പറയാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഹിറ്റ് റേഷ്യോ വരുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഓരോ പോർഷൻസ് പഠിച്ചു പോകുമ്പോൾ അവിടെ എങ്ങനെ നമുക്ക് അനലിറ്റിക്കൽ സ്കിൽസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ MCQs ഉറപ്പായും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കൂടെ ഇന്റർലിങ്കിങ് ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിലും എലിമിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്ലാസ്സസും വരുന്ന രീതിയിലായിരിക്കും നമ്മൾ സീരീസ് എടുത്തു പോകുന്നത്. അതിനൊപ്പം തന്നെ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ് പോകുന്നത്. ഇംഗ്ലീഷ് മെറ്റീരിയൽസും മലയാളം മെറ്റീരിയൽസും മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ എക്സാംസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ PSCയുടെ പബ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. PSCയുടെ പബ്ലിക്കേഷൻസ്, SCRT, ഈ രണ്ട് റിസോഴ്സുകളായിരിക്കും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെയായിരിക്കും അത്? PSC ബുള്ളറ്റിൻസ് ആവട്ടെ, അതിനൊപ്പം തന്നെ PSC ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ സ്പെഷ്യൽ എഡിഷൻ ബുക്കുകളാവട്ടെ, അങ്ങനെയുള്ള പുസ്തകങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് സോഴ്സുകളായിട്ട്. അതിനൊപ്പം SCRT കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ഇപ്പൊ കഴിഞ്ഞുപോയ പരീക്ഷകൾക്ക് ഇനി ഉപയോഗമില്ലാതെ വരാമായിരിക്കാം. പക്ഷെ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇത് ഉറപ്പായും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും. സോ ലെറ്റ്സ് ചേസ് ഇറ്റ് ടുഗെദർ എന്നുള്ളൊരു വാക്കില് ഞാൻ ഈ ചെറിയൊരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് സീരീസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന കണക്ക് 6 വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത്ര ഉപയോഗം വരില്ല. അല്ലെങ്കിൽ മെയിൻസിന് ഉടനെ തന്നെ മെയിൻസ് ഉണ്ടാവും. മെയിൻസിന് മുന്നേ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. കവർ ചെയ്യുന്ന പോർഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ വീഡിയോ കൃത്യമായി കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെയിൻസിന് എഴുതാൻ പറ്റും എന്നുള്ള അത്രയും ഉറപ്പ് വന്നുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുവാണ്. താങ്ക് യു.